ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഫുഡ് വേണമെങ്കിൽ കഴിക്കും. ചേട്ടാ ചേട്ടാ ഒന്ന് നിക്കോ. ചേട്ടാ 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 വാതിലും തുറക്ക്. നിങ്ങൾ ആരാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആര് പറഞ്ഞിട്ടാ നിങ്ങൾ എന്നെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുന്നെ? ചേട്ടാ ശ്ശോ. ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നുണ്ടോ? ചേട്ടാ ഒന്നീ വാതിൽ തുറക്ക്. നിങ്ങൾ എന്നെ ആള് മാറി കൊണ്ടുവന്നാന്ന് തോന്നുന്നേ. ചേട്ടാ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഹലോ മാഡം. ഗുണശേഖര, ഒരു കാര്യം ഏൽപ്പിച്ച കൃത്യമായിട്ട് ചെയ്യാൻ അറിയില്ല തനിക്ക്. നന്ദിനിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ പോലീസുകാർ കണ്ടെടുത്തു. ഇനിയും കുറച്ച് കഴിയുമ്പം അവളെയും പോലീസുകാർ കണ്ടെത്തുവോ? അത് മാഡം, എന്തിനും ശേഷിയുള്ളവനാ താനെന്ന് വിശ്വസിച്ച അവളെ കടത്തിക്കൊണ്ടുപോവാൻ ഞാൻ പറഞ്ഞ. അതബദ്ധമായെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അവളിപ്പോ എവിടെയുണ്ട്? എനിക്കറിയില്ല മാഡം. അറിയില്ലെന്നോ? അതെന്താ? അവളെ കടത്തിക്കൊണ്ടുവരാൻ താൻ നിയോഗിച്ചവര് വേറെ എവിടെയെങ്കിലും കടന്നു കളഞ്ഞോ? മാഡം, ഞാൻ പറയുന്നതൊന്ന് സമാധാനമായിട്ട് കേൾക്ക്. മാഡം പറഞ്ഞതനുസരിച്ച് അവളെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ആളെ അയച്ചിരുന്നു. പക്ഷേ അവർക്ക് അവളുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഒരു പോലീസ് വണ്ടി വന്നതുകൊണ്ട് അവർക്ക് പിന്തിരിഞ്ഞു പോകേണ്ടി വന്നു. നോ ഗുണശേഖര, താൻ എന്നോട് കള്ളം പറയാൻ നോക്കല്ലേ. നന്ദിനി മിസ്സിംഗ് ആണ്. ഇപ്പോ താൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാ ശരിയാവുന്ന എങ്ങനെയാ? മാഡം, ഞാൻ പറഞ്ഞത് കാര്യമാ. അവളെ പിടിക്കാൻ പോയവര് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. ഗുണശേഖര, അവളെ കൊണ്ടുപോകുന്നതിന് ഞാൻ നിനക്ക് പണം ഓഫർ ചെയ്തേ. അതിലൊരു ഡബിൾ പ്ലേ കളിച്ച് ലാഭം കൂട്ടാനാണ് ശ്രമമെങ്കിൽ തന്റെ കാര്യം കഷ്ടത്തിലാവേ. കേട്ടല്ലോ, എന്റെ ഒരു കോള് മതി. ഈ സിറ്റിയിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ എത്തും. തനിക്ക് കാണണോ? മാഡം എന്നെ ഭീഷണിപ്പെടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു സത്യമാ. പക്ഷെ അവളെ കാണുന്നില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ വേറെ ആരായിരിക്കും? ഞാൻ വേണമെങ്കിൽ എന്റെ പരിധിയിലൊന്ന് അന്വേഷിക്കാം. അന്വേഷിക്കണം. അവളെ തിരിച്ചു കിട്ടണമെന്നൊന്നും എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. അവള് എവിടെ പോയി, എന്താ അവരുടെ ലക്ഷ്യം, അത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വിളിക്കാം മാഡം. നിന്നെയൊക്കെ തീറ്റിപ്പോറ്റി കൂടെ കൊണ്ട് നടന്നിട്ടേ നാണക്കേട് മാത്രം എനിക്ക് മിച്ചം. വിശ്വസിച്ചൊരു ജോലി ഏൽപ്പിക്കുന്നവര് തള്ളിപ്പറയാൻ തുടങ്ങിയാലേ പിന്നെ ഞാനും നീയൊന്നും ബാക്കിയുണ്ടാവില്ല. അവളെവിടെയാ സാവിത്രി? അവളോട് വരാൻ പറഞ്ഞില്ലേ? വരാൻ പറഞ്ഞിട്ടുണ്ട്. വരട്ടെ. ചെയ്യുന്നത് ഗുണ്ടാപ്പണിയാണെങ്കിലും ഏറ്റവും കൃത്യനിഷ്ഠ വേണ്ട ഒന്നാ. അത് ഞാൻ പഠിപ്പിച്ചു തരാം എല്ലാത്തിനെയും.